മക്കളെ, നമുക്കിന്ന് വാലാട്ടിക്കിളിയുടെയും കരിവണ്ടിൻ്റെയും കഥ കേൾക്കാം. മൂളിപ്പാട്ടും പാടി പൊന്മുളം തണ്ടിലേക്ക് പറന്നുയരുന്ന കരിവണ്ടിനെ എത്ര കൗതുകത്തോടെ നോക്കി നിന്നാലും മതി വരില്ല വാലാട്ടിക്കിളിക്ക്. കരിവണ്ടിൻ്റെ മൂളിപ്പാട്ട് വാലാട്ടിക്കിളിക്ക് വലിയ ഇഷ്ടമായിരുന്നു. വാലാട്ടിക്കിളിയുടെ കൂവളത്തിലെ പൂക്കളിൽ തേൻ കുടിക്കാൻ കരിവണ്ട് എത്തും. ഒരു പൂവിൽ നിന്ന് തേൻ നുകർന്ന് പാട്ടും പാടി അതിലേക്ക് കരിവണ്ട് പറന്നുയരും. പാറിപ്പറന്നു പോകുന്ന കരിവണ്ടിനെ വാലാട്ടിക്കിളി വാലാട്ടിക്കൊണ്ട് നീട്ടി വിളിക്കും. കരിവണ്ട് അപ്പോൾ പറന്നു പറന്ന് കിളിയുടെ അടുക്കലെത്തും. ഇങ്ങനെ ഇരുവരും വലിയ കൂട്ടുകാരായി തീർന്നു. കൂവളത്തിൻ്റെ മുകളിലെ ചില്ലയിൽ കൂടുകൂട്ടിയ മഞ്ഞക്കിളി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി വാലാട്ടിക്കിളിയോട് പറഞ്ഞു, കരിവണ്ടുമായുള്ള നിന്റെ ചങ്ങാത്തം അത്ര നന്നല്ല. ഇതു നിന്നെ തന്നെ നശിപ്പിക്കും, സൂക്ഷിച്ചോ. വാലാട്ടിക്കിളി മഞ്ഞക്കിളിയുടെ ഉപദേശമൊന്നും കേൾക്കാൻ താല്പര്യം കാട്ടിയില്ല. ഒരു ദിവസം കുറച്ചാളുകൾ വന്ന് മുളകൾ മുഴുവൻ മുറിച്ചു കൊണ്ടുപോയി. ആ സമയം കരിവണ്ട് അവിടെ ഇല്ലായിരുന്നു. കരിവണ്ട് തേൻ തേടി എവിടെയോ പോയിരിക്കുകയായിരുന്നത്രേ. അപ്പോൾ തേനുണ്ട് തിരിച്ചെത്തിയ കരിവണ്ടിന് തൻ്റെ വീട് നഷ്ടപ്പെട്ടതറിഞ്ഞ് ദുഃഖം സഹിക്കാനായില്ല. കരിവണ്ട് അവിടമാകെ പാറിപ്പറന്നു നടന്നു. ഇതുകണ്ട് വാലാട്ടിക്കിളിക്ക് സഹതാപം തോന്നി. കൂട്ടുകാരനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കരിവണ്ടിനെ കൂടെ താമസിപ്പിക്കാൻ തന്നെയായിരുന്നു വാലാട്ടിക്കിളിയുടെ തീരുമാനം. താമസിയാതെ കൂവളത്തിൻ്റെ ചില്ല തുരന്ന് കരിവണ്ട് ഒരു കൂടുണ്ടാക്കി അതിൽ താമസമാക്കി. ദിവസങ്ങൾ കടന്നു പോകുന്തോറും കരിവണ്ടിന് തൻ്റെ വീടിന് വലിപ്പം പോരെന്ന് തോന്നി. കരിവണ്ട് കൂവളത്തിൻ്റെ ചില്ല കൂടുതൽ ഉള്ളിലേക്ക് തുരക്കാൻ തുടങ്ങി. കരിവണ്ട് ഈ കൂടിനുള്ളിൽ തന്നെ സുഖമായി താമസിച്ചു തുടങ്ങി. ഒരു ദിവസം ശക്തമായ കാറ്റും മഴയും വന്നു. കാറ്റിൻ്റെ ശക്തിയാൽ കൂവളത്തിൻ്റെ ചില്ലകൾ ആടിയുലഞ്ഞു. വാലാട്ടിക്കിളിയുടെ കൂടിരുന്ന ചില്ലയിൽ കരിവണ്ട് തുരന്നു കൂടുണ്ടാക്കിയിരുന്നതിനാൽ ചില്ല ഒടിഞ്ഞു. ആ ചില്ലയൊടിഞ്ഞ് കാറ്റത്ത് ദൂരെ തെറിച്ചു വീണു. മണ്ണിൽ വീണു കിടക്കുന്ന ചില്ലയിലെ കിളിക്കൂട്ടിലുണ്ടായിരുന്ന മുട്ടകളെല്ലാം ഉടഞ്ഞുപോയി. കരിവണ്ട് പാട്ടും പാടി പറന്നുപോയി. പാവം വാലാട്ടിക്കിളി കരഞ്ഞുകൊണ്ട് നനഞ്ഞൊലിഞ്ഞ് തൻ്റെ കൂടിനടുത്തിരുന്നു. മഞ്ഞക്കിളിയുടെ മുന്നറിയിപ്പ് അവഗണിച്ചതിന് അവൾക്ക് ദുഃഖം തോന്നി. ഗുണപാഠം: സ്വഭാവമറിയാതെ അഭയം കൊടുത്താൽ ആപത്തിൽ പെടാം. വാലാട്ടിക്കിളിക്ക് കരിവണ്ടിൻ്റെ സ്വഭാവം ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൾ നാശം സ്വയം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. കൂട്ടുകാരെ, അറിഞ്ഞുകൊണ്ട് നാം എന്തിന് അപകടം ക്ഷണിച്ചു വരുത്തണം?